ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവന്തികയുടെ കയ്യിൽ നിന്നും നന്ദൻ വഴുതി പോയിരിക്കുന്നു. വളരെ ദേഷ്യത്തോടെ ഗുണ്ടകളോട് സംസാരിക്കുകയാണ് അവന്തിക. ഒരുത്തൻ നിന്റെയൊക്കെ കൺവെട്ടത്ത് നിന്ന് ചാടിപ്പോയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയൊക്കെ വേറെ ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലത്. നീയൊക്കെ ചോദിക്കുന്ന പൈസ തന്നിട്ടല്ലേ നിന്നെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്. അയാൾ എവിടെയാണെന്ന് വെച്ചാൽ പിടിച്ചെന്റെ മുന്നിൽ കൊണ്ടുവന്നോണം. ഇങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തോടെ അവന്തിക സംസാരിക്കുന്നുണ്ട്. അവന്തിക തിരിഞ്ഞു നോക്കിയപ്പോൾ സേതു അവിടേക്ക് വരുന്നു. സേതുവിനെ കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. സേതുവിനും വല്ലാത്തൊരു സംശയം. എന്നാൽ വിഷയം മാറ്റി, അച്ഛൻ എപ്പോ വന്നു എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് സേതുവിനോട്. ഇപ്പൊ വന്നേ ഉള്ളൂ, നീ ആരെയോ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് സേതു പറഞ്ഞപ്പോൾ ഒരു പരുങ്ങലോടെ അവന്തിക പറയുന്നു, അത് വേറൊന്നുമില്ല. നമ്മുടെ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്ത ഒരുത്തൻ മുങ്ങിയിട്ട് കുറെ നാളായി. ഇന്നലെ നമ്മുടെ ആളുടെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷേ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവനെ പിടിച്ചോണ്ട് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വല്ല പാവപ്പെട്ടവരുമാണെങ്കിൽ ഉപദ്രവം വേണ്ട, സാവകാശം കൊടുത്താൽ മതി എന്ന് സേതു പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അച്ഛനെന്താ ഇത്ര ഗൗരവത്തിൽ എന്ന് അവന്തിക ചോദിക്കുന്നു. സച്ചി എവിടെ എന്ന് സേതു ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, സച്ചി ഇന്നലെ അർച്ചനയുടെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവനെ ഏൽപ്പിച്ചതാ എന്ന് സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, വല്ലപ്പോഴും അല്ലേ അവൾ അവളുടെ വീട്ടിലേക്ക് പോന്നേ. അവൾ പതുക്കെ വരട്ടെ. അവൻ അർച്ചനയുടെ വീട്ടിൽ പോകുന്നതും താമസിക്കുന്നതും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ സ്വന്തം ഉത്തരവാദിത്തം മറന്നുകൊണ്ടാവരുത് എന്ന് മാത്രം. പിന്നെ നീ കുറെ ജോലിയൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. എന്നിട്ട് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി അധികം നീട്ടിക്കൊണ്ട് പോവണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം എന്ന് സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, തിരക്കിനിടയിൽ ഞാനിത് മറന്നുപോയിട്ടില്ല. അനഘയുടെ ഭാഗത്ത് നിന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എല്ലാം ശരിയാക്കാം. അതാ എനിക്ക് സങ്കടം. നീ ഒറ്റയ്ക്കെല്ലാം കൂടി. നന്ദനില്ലാത്തതിന്റെ കുറവ് ഇത്തരം സാഹചര്യത്തിലാണ് ബോധ്യമാകുന്നത്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ സഹായമാവുമായിരുന്നു. ഈ വീട്ടിൽ ഇങ്ങനെയൊരു മംഗളകർമ്മം നടക്കുമ്പോൾ അവന്റെ ഒരു അഭാവം മനസ്സിനെ വല്ലാണ്ട് നൊമ്പരപ്പെടുത്തുന്നു. കുറച്ച് ദിവസം മുമ്പേ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അവനെ ആരൊക്കെയോ ഒരു സ്ഥലത്തു കൂടി ഓടിക്കുന്നതായിട്ട് എന്നെ സേതു പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. എന്റെ മുന്നിലേക്ക് അവൻ ഓടി വരുന്ന ദൃശ്യം മനസ്സിൽ നിന്ന് മായുന്നില്ല. അവന്റെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു. എവിടുന്നോ രക്ഷപ്പെട്ട് ഓടുന്നത് പോലെ. പുലർകാലത്തിൽ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഫലിച്ചാൽ എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ നന്ദൻ ഉറപ്പായിട്ടും എന്റെ മുന്നിലെത്തും. സന്ദീപിന്റെയും അനഘയുടെയും വിവാഹത്തിന് മുമ്പേ തന്നെ അവൻ എത്തണമെന്ന എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമായിരിക്കും. നന്ദന്റെ കാര്യം പറഞ്ഞ് ഞാൻ മോളെ വിഷമിപ്പിച്ചോ എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ഇല്ലച്ചാ, എന്റെ പ്രാർത്ഥനയും അതാ. കാണാതായി നന്ദേട്ടനെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണേന്ന്. എന്നിട്ട് എനിക്ക് ചോദിക്കണം, എന്നെ പറ്റിച്ചിട്ട് എവിടേക്കാ ഓടി മറിഞ്ഞതെന്ന്. ശേഷം കാണിക്കുന്നത് ആതിരയുടെ കൂട്ടുകാരി വിളിച്ചിട്ട് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് വെച്ചാണ് അവർ കാണുന്നത്. ആതിര അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താടി നിനക്ക് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്. കൂട്ടുകാരിയാണെങ്കിൽ ഒരു പരുങ്ങലോടെ നിൽക്കുന്നു. അത് എനിക്കല്ല, മറ്റൊരാൾക്കാണ് അത്യാവശ്യമായി നിന്നെ കാണേണ്ടത്. ആർക്കാണെന്ന് ആതിര ചോദിക്കുന്നു. സന്ദീപ് അവിടേക്ക് വരുന്നുണ്ട്. സന്ദീപിനെ കണ്ട പാടെ ആതിര തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നു. ആതിരെ, നീ സന്ദീപിന് പറയാനൊന്ന് കേക്ക് എന്ന് കൂട്ടുകാരി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ആതിര പറയുന്നു, എനിക്ക് ആരോടും ഒന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. നിന്നോട് ആരാ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനും എന്നെയും കൂടി വിളിച്ചു വരുത്താനും എന്ന് പറഞ്ഞ് സന്ദീപ് വന്നതുപോലെ മൈൻഡ് ചെയ്യാതെ സന്ദീപിന് മുഖം കൊടുക്കാതെ ആതിര അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ആതിര എന്നെ സന്ദീപ് വിളിച്ചപ്പോൾ വേറൊന്നും ചിന്തിക്കാനായില്ല. അപ്പോൾ തന്നെ ആതിര അവിടെ നിന്നു. നീ ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നും കൂടി പറയേ. അതറിഞ്ഞാ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല. ആതിര പറയുന്നു, സന്ദീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആ തെറ്റ് ചെയ്തത്. അർഹിക്കാത്തത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ ഞാനായിട്ട് അത് തിരുത്തുന്നു, അത്രേ ഉള്ളൂ. സന്ദീപ് പറയുന്നു, ഞാൻ അന്ന് പറഞ്ഞതല്ലേ അച്ഛൻ്റെ തീരുമാനമാണ്, എനിക്കതിലൊരു പങ്കുമില്ലെന്ന്. ആതിര പറയുന്നു, ശരി, എന്നാ പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അനഘയ്ക്ക് സന്ദീപിന് ഇഷ്ടമല്ലായിരുന്നോ? അത് നിനക്കറിയായിരുന്നോ? എന്നിട്ട് നീ ആരോടും അത് പറഞ്ഞില്ല. അനഘയും ആതിരയും മത്സരിച്ചാൽ അതിൽ ആരായിരിക്കും ജയിക്കുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അത് പ്രേമത്തിലായാലും മറ്റെന്തിലുമായാലും. സ്നേഹത്തിന് മുന്നിൽ മത്സരിക്കാനും യാചിക്കാനും എനിക്ക് വയ്യ. സന്ദീപ് ഇത്രയും വിഷമിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ അത്രയ്ക്ക് ബന്ധമൊന്നുമില്ലല്ലോ. എത്ര വലിയ വിഷമമാണെന്ന് പറഞ്ഞാലും ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ എല്ലാം പഴയപടിയാകും. ഒരു യാത്ര പറച്ചിലിന് പോലും ഞാൻ നിന്റെ മുന്നിലേക്ക് വരാതിരുന്നത് നമ്മുടെ ബന്ധം മനോഹരമായി പിരിയണം എന്നെനിക്ക് നിർബന്ധമുള്ളോണ്ടാ. പിരിയേണ്ട ബന്ധമാണ് സന്ദീപേ നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ പ്രശ്നങ്ങൾ മാത്രമായത്. പ്രണയത്തിന്റെ അന്ധതയിൽ നമ്മളത് കാണാൻ ശ്രമിച്ചില്ലെന്നേ ഉള്ളൂ. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
ഒരു ദിവസം സന്ദീപിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളാ ഞാൻ. പോകുന്നതും അതുപോലെ ആവണമെന്നുണ്ട്. വന്നതും പോയതും ചില നിമിഷങ്ങളുടെ മാത്രം ദൂരത്താണ്. സന്ദീപിനും അനഘയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും. ഇതൊക്കെ കേട്ട് കൂട്ടുകാരിയും മതി. സന്ദീപിനും അനഘയ്ക്കും നല്ലൊരു ജീവിതം കിട്ടുമോ എന്നത് നിന്റെ വിഷയമല്ല. നിനക്ക് സന്ദീപിനെ വേണ്ടെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യം നീ തിരക്കണ്ട. സന്ദീപിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അപ്പോ സന്ദീപ് പറഞ്ഞു ആതിര ഒരിക്കലും നിന്നെ തള്ളി പറയില്ലെന്ന്. ഇപ്പോ അവളുടെ നാവിന്ന് എന്നെ കേട്ടില്ലേ? തൃപ്തിയായില്ലേ എന്നൊക്കെ കൂട്ടുകാരി പറയുന്നു. ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നോടൊപ്പം നിൽക്കേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ ഈ രീതിയിൽ സന്ദീപിനെ പറ്റിക്കേണ്ടായിരുന്നു. നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സന്ദീപ്. എന്ത് കാരണം കൊണ്ടായാലും ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുതാതിരെ. ഈശ്വരൻ പോലും പൊറുക്കില്ല. അത് കേട്ട് ആതിര ടെൻഷനോടെ നിൽക്കുന്നു. പിന്നെ അവന്തിക പറഞ്ഞ കാര്യം വിഷമത്തോടെ ആലോചിച്ച് നിൽക്കുകയാണ് ആതിര. സന്ദീപ് സ്മിതയോട് പറയുന്നു, സ്മിതേ മതി, താൻ എന്ത് പറഞ്ഞാലും ആതിരയ്ക്കത് മനസ്സിലാവാൻ പോകുന്നില്ല. എന്നിട്ട് ആതിരയോട് സന്ദീപ് വന്ന് ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരൻ സാക്ഷിയാക്കിയാ ഞാൻ പറയുന്നത്. താൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ മാറി തന്നേക്കാം. പക്ഷേ എന്റെ മുഖത്ത് നോക്കി ആതിര പറയണം സന്ദീപിനെ വേണ്ടെന്ന്. പറയാൻ പറ്റുമോ ആതിരയ്ക്ക്? അങ്ങനെ താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ആതിരയല്ലാതെ മറ്റൊരു പെൺകുട്ടി സന്ദീപിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വിവാഹം ഉറപ്പിച്ചതല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. സന്ദീപ് ഒരിക്കലും അതിന് തയ്യാറാവില്ല. തനിക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ തൻ്റെ പിന്നാലെ വരുന്നത് എനിക്ക് അത്രയ്ക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടാണ്, വിശ്വാസമായതുകൊണ്ടാണ്. ആതിരേക്കാളും ആതിര എനിക്ക് തന്ന ഓർമ്മകൾക്കാണ് ഭംഗിയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഞാൻ ആതിരയുടെ ഓർമ്മകളിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നു. പിറകെ നടന്ന് ആതിര സന്ദീപിനെ വിളിച്ചിട്ട് പറയുന്നു, സന്ദീപേ പ്ലീസ്, ഇത്രയും നിസ്സാരമായി എനിക്ക് വേണ്ടി താൻ തൻ്റെ ജീവിതം കളയരുത്. എൻ്റെ ശൂന്യത അനഘയ്ക്ക് നികത്താവുന്നതേ ഉള്ളൂ. മറക്കാനുള്ള വഴി കൃത്യമായി കണ്ടുപിടിച്ച് തന്നെയാണ് ഞാൻ സന്ദീപിൽ നിന്നും അകന്നത്. ഈ വേർപാട് നല്ലതിനാണെന്ന് കാലം നിനക്ക് ബോധ്യപ്പെടുത്തി തരും. ഇനി ഒരിക്കലും സന്ദീപ് എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. ഏട്ടത്തിയുടെ അനിയത്തി എന്നതിൽ കവിഞ്ഞ് ഒരു സ്വാതന്ത്ര്യവും സന്ദീപ് എന്നിൽ കാണിക്കരുത്. എപ്പോഴോ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ നല്ല കുറച്ച് ഓർമ്മകൾ നമ്മൾക്കിടയിലുണ്ട്. ആ ഓർമ്മകൾ നമുക്ക് തന്നെ ബാധ്യതയാകരുത്. എല്ലാം നല്ലതിന് മാത്രമാണെന്ന് കരുതിയാൽ മതി. ഇനി ഞാൻ പോകുമ്പോൾ എന്നെ പിറകിന്ന് വിളിക്കരുത്. ഞാൻ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. അത്രയും പറഞ്ഞ് വിഷമത്തോടെയാണ് ആതിര പോകുന്നത്. ആ സന്ദീപിന്റെ മുന്നിൽ ഒന്നും തുറന്നു പറയാനാകാതെയാണ് ആതിര പോകുന്നത്. വിഷമത്തോടെ സന്ദീപ് അത് നോക്കി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് അവന്തികയും ഗുണ്ടകളും തമ്മിൽ കാണുന്നു. ഗുണ്ടകൾ അവന്തികയോട് പറയുന്നു, മേഡം ഈ നാട് മുഴുവനും അരിച്ചു പറക്കി അവനിവിടുന്ന് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് അയാൾ നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. നമ്മുടെ കണ്ണിൽ പെടാതെ നമ്മുടെ നീക്കങ്ങളും അയാൾ അറിയുന്നുണ്ടാകും. നന്ദൻ അയാൾ അപകടം വരുത്തും. അപകടം നിറഞ്ഞ വഴിയിലേക്ക് എന്നെ നയിക്കും. അയാളെ അധിക സമയം അലയാൻ അനുവദിക്കരുത്. ഇത്രയും കാലം പുറംലോകം കാണാൻ സമ്മതിക്കാതെ പീഡിപ്പിച്ചതിന്റെ സകല അമർഷവും അയാൾക്കുണ്ടാവും. സേതു പറഞ്ഞ കാര്യം അവന്തിക അപ്പോഴാലോചിച്ചു. സേതുമാധവൻ കണ്ട പുലർക്കാല സ്വപ്നം എന്തായാലും വെറുതെ ആവില്ല. മൂത്ത മകൻ തിരിച്ചു വരണമെന്നുള്ള അയാളുടെ പ്രാർത്ഥനയിൽ 33 ദൈവങ്ങളിൽ ഒരാൾക്ക് മനസ്സലിവ് തോന്നിയാൽ മതി അനർത്ഥങ്ങൾ സംഭവിക്കാൻ. നെല്ലിശ്ശേരി ഗേറ്റ് തള്ളി തുറന്ന് നന്ദൻ ആ പടി കടന്നു വരുന്നത് കാണാൻ ഒരു ദുസ്വപ്നമായിട്ട് പലപ്പോഴും എന്നെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ആ ദുസ്വപ്നം യാഥാർത്ഥ്യമാവുമെങ്കിൽ അവന്തികയ്ക്ക് മരണശിക്ഷയെ കുറിഞ്ഞ് സേതുമാധവൻ കൽപ്പിക്കില്ല. അതിന് അവസാനം എന്നോണം ഒരു കൈവിട്ട കളിയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കുമ്പോൾ ആരായാലും ഒന്ന് പതറും. അത് മനുഷ്യനായാലും ഏത് അവതാരമാണെങ്കിലും. ശേഷം കാണിക്കുന്നത് സന്ദീപ് വളരെ വിഷമത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അനഘ അവിടേക്ക് വന്നിട്ട് സന്ദീപിനോട് ചോദിക്കുന്നു, അതെ സന്ദീപിനെ കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേന്ന്, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് സന്ദീപും പറയുന്നു. നിനക്ക് തോന്നുമ്പോൾ കഴിക്കാൻ എടുത്തു തരാൻ ഇവിടെ സന്ദീപിന്റെ പുന്നാര ഏട്ടത്തിയില്ല. ഏട്ടത്തിയുടെ വീട്ടിൽ പോയി. നിന്റെ കാര്യങ്ങൾ നോക്കാനും ചെയ്യാനും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ നീ പൊക്കോ, എനിക്ക് ഭക്ഷണം വേണമെന്നില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അത് വിശപ്പില്ലാഞ്ഞിട്ടോ അതോ വിശപ്പ് മാറ്റുന്ന ആളിവിടെ ഇല്ലാഞ്ഞിട്ടോ? ദേ അനഘേ, ചുമ്മാ എന്റെ മെക്കിട്ട് കയറാതെ പോവാൻ നോക്ക്. എന്റെ ഒരു കാര്യത്തിലും താൻ ഇടപെടണ്ട. ഇത് കുറേയായി ഞാൻ പറയുന്നു. അനഘ പറയുന്നു, പിന്നെ സന്ദീപിന്റെ കാര്യത്തിൽ ആരിടപെടണം? എന്റെ കാര്യത്തിൽ ആ സന്ദീപ് താലി കെട്ടാൻ പോന്നെ. ഞാൻ ആ സന്ദീപിനെ ഭാര്യയാകാൻ പോന്നെ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോന്നെ. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ സന്ദീപ് അനഘയോട് പറയുന്നു, അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്നോടൊപ്പം ആര് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, മറ്റുള്ളവരല്ല. അതെ, ചില സമയത്ത് നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും നീ വലിയ സംഭവമാണെന്ന്. നിന്നെ എന്തോ മഹത്വം കണ്ടിട്ടാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നേന്ന്. ഈ നാട്ടിൽ വേറെ ആമിള്ളാരില്ലാത്തോണ്ടല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വരുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ നീ എങ്ങനെയോ എൻ്റെ മനസ്സിൽ കയറിപ്പോയി.
അതിനെ ഞാനായിട്ട് തന്നെ സ്വപ്നം കണ്ട് വളർത്തി വലുതാക്കി. നിന്നെ എനിക്കിപ്പോൾ മറക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനഃപൂർവ്വമായി അതങ്ങ് ക്ഷമിക്കുന്നത്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നുള്ള എൻ്റെ സ്ഥിരം പോളിസി ഞാൻ ഇവിടെ കാണിക്കാത്തത് അത്രയും സ്നേഹം എനിക്ക് നിന്നോടുള്ളോണ്ടാ. അല്ലാതെ നിന്റെ ഈ 5.5 അടി പൊക്കത്തിൽ 35 ഇഞ്ച് ഷോൾഡറും കണ്ട് വൃന്ദാവനത്തിലെ ആതിരെ പോലെ മയങ്ങി വീണതല്ല ഞാൻ. അതുകൊണ്ട് നീ വലിയ കാമദേവനാണെന്ന് നിനക്ക് വല്ല ധാരണയുമുണ്ടെങ്കിൽ അത് നീ അങ്ങ് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടും മിണ്ടിയും അടുത്തറിഞ്ഞും എപ്പോഴും നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അത് ഇനി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നെ കാണുമ്പോൾ ഇതുപോലെ അവഗണിച്ചിട്ട് മറ്റുള്ളവരുടെ പുറകെ പോവാനാണെങ്കിൽ അത് നടക്കില്ല. ഞാൻ അടുത്ത് വരുമ്പോഴും സംസാരിക്കുമ്പോഴും നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ആ ആദരം വന്ന മുന്നിൽ നിന്നാലേ നിന്റെ മുഖം തെളിയുള്ളോ? ലോകത്ത് വേറെ ആർക്കുമില്ലാത്തൊരു ദിവ്യപ്രേമം. ഇങ്ങനെയൊക്കെ അനഘ പറയുന്നു. അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, നീ പറയുന്നൊക്കെ വെറുതെയാണ്. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഈ ജന്മത്തിൽ നിനക്കെന്നെ മനസ്സിലാക്കാനും കഴിയില്ല. ഇത് കേട്ട് അനഘ പറയുന്നു, ആഹാ, ഇത് എന്റെ ഡയലോഗല്ലേ, നീ എന്തിനാ ഇത് പറയുന്നത്? നിനക്ക് ഇഷ്ടമല്ല, വാശിയാണ് നിനക്ക്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടണമെന്നുള്ള വാശി. എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അതെ, വാശിയാണ്. നീ അങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ. ഈ ഇഷ്ടവും വാശിയും ഒരുമിച്ച് ഒരാളിൽ ഉണ്ടായുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് സന്ദീപിന് അറിയോ? ആ ഇഷ്ടം നേടാൻ വാശിയുമായി ഏതറ്റം വരെയും അയാൾ പോകും, ഏതറ്റം വരെയും. അത്രയും പറഞ്ഞ് അനഘ പോകുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സന്ദീപ്. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിന്റെ മുറ്റത്ത് ടെൻഷനോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി. അർച്ചന അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, സച്ചിയേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? മനസ്സിനെന്തോ നല്ല സുഖം കിട്ടുന്നില്ല എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നു, അത് മനസ്സിന്റെ ആവില്ല, ശീലങ്ങളുടെ ആകും. ശരിക്ക് താഴുമില്ലാത്ത വാതിൽ, കാറ്റിനേക്കാൾ ശബ്ദമുണ്ടാക്കുന്ന ഫാൻ, ഇതൊക്കെ സച്ചിയേട്ടന് ശീലമില്ലാത്തതല്ലേ? സച്ചി പറയുന്നു, അതൊന്നും അല്ല അർച്ചന, ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. ഇവിടേക്ക് എപ്പോൾ വന്നാലും എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. അത് ഈ വീടിന്റെ സുഖസൗകര്യങ്ങളുടെ കാര്യമല്ല. അർച്ചനയുടെ വീട്ടുകാർ തരുന്ന സ്നേഹവും എല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധമാണ് മനസ്സിൽ. അർച്ചന പറയുന്നു, എനിക്കിപ്പോൾ മനസ്സിലായി, എല്ലാവരുടെയും സ്നേഹത്താൽ തളയ്ക്കപ്പെട്ട് അവസാനം ഊരിപ്പോകാൻ കഴിയാതെ വരുമോ എന്നുള്ള ഭയമല്ലേ സച്ചിയേട്ടന്? ഈ പ്രശ്നം എനിക്കുണ്ട് സച്ചിയേട്ടാ. അവിടുത്തെ അച്ഛൻ, സന്ദീപ്, സ്നേഹ, അവർക്ക് എന്നോട് കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കുമ്പോൾ പേടിയാ എനിക്ക്. എല്ലാവരും അറിയുന്ന ദിവസം അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നോർത്തിട്ട്. നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് നമുക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാ നമ്മുടെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നത്. എല്ലാവരും പാവ മനുഷ്യരാണ്. നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ടാണ് അവർ നമ്മളെ സംശയിക്കാത്തത്. ഒരിക്കലും ഈ വീടിന്റെ നടയിൽ ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ കരുതിയതല്ല. തന്നോട് ഇത്രയും അടുപ്പം ഉണ്ടാവുമെന്ന് കരുതിയതല്ല. എന്നെ കൊണ്ട് ഏതോ ശക്തി എല്ലാം ചെയ്യിക്കുന്നത് പോലെ തോന്നും ചില സമയത്ത്. താൻ അന്ന് പറഞ്ഞ തന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരുന്നല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് അർച്ചന ആലോചിക്കുന്നു. സച്ചി പറയുന്നു, അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു തുടങ്ങിയ ലക്ഷണമാ. അർച്ചന ശരിക്കും സച്ചിയുടെ ഭാര്യ ആയിരുന്നില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ തന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ആരുടെങ്കിലും ഭാര്യയായിട്ട് ചെന്ന് കയറിയിരുന്നെങ്കിൽ താൻ എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് ഒരു സന്തോഷങ്ങളും തരാൻ കഴിയാതെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമായി ഞാൻ ജീവിച്ചു. ഒരു പരാതിയും പറയാതെ താൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അർച്ചന പറയുന്നു, ഇതൊക്കെ സച്ചിയേട്ടൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നു എന്നത് തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വന്നാൽ അവിടെ തീരും സച്ചിയേട്ട വിശ്വാസവും സ്നേഹവും എല്ലാം. അതിപ്പോൾ സ്നേഹബന്ധമായാലും ഭാര്യ ഭർത്തൃ ബന്ധമായാലും അങ്ങനെ തന്നെ. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ സച്ചിയേട്ടന്? അവരോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും എല്ലാം മറ്റൊരാൾക്കും കൂടി ഭർത്താവ് കൊടുക്കുന്നു എന്ന് അറിയുമ്പോഴാ. നമ്മളോടുള്ള സ്നേഹം പോലെ തലോടും പോലെ ചേർത്ത് പിടിക്കുന്നത് പോലെ. അങ്ങനെ നമ്മുടെ സ്വകാര്യങ്ങൾ മറ്റൊരാൾക്കും കൂടി പങ്കുകൊടുക്കുമ്പോൾ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അത്. നമ്മുടെ ആദ്യരാത്രിയിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നെന്നും മറ്റൊരാൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന് ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ സച്ചിയേട്ടൻ എന്ത് വിചാരിച്ചേനെ? അത് മനസ്സിലാക്കിയാൽ മതി. എന്നെ സച്ചിയേട്ടന് മനസ്സിലാകാൻ. തൊട്ടടുത്തുണ്ടായിട്ടും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനോ ഭാര്യയുടെ സ്നേഹം പ്രകടിപ്പിക്കാനോ കഴിയാതെ അത് വല്ലാത്തൊരവസ്ഥയാണ്. അവളുടെ മരണത്തിന് തുല്യമാണത്. ഇതൊന്നും ഞാൻ ആലോചിച്ച് വിഷമിക്കാതിരിക്കുന്നത് അറിയാതെ പോലും എൻ്റെ കണ്ണുനീരിൻ്റെ ശാപം സച്ചിയേട്ടന് മേൽ വീഴാതിരിക്കാനാ. അത് കേട്ട് ഒന്നും പറയാനാകാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.